രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടമാടുന്നത് പുതിയൊരു വേട്ടയാടൽ കഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങളും കഥകളും മെനഞ്ഞെടുത്ത അതേ ശക്തികൾ ഇപ്പോൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് യുവനേതാവും എംപിയുമായ ഷാഫി പറമ്പിലാണ് ആ അടുത്ത ഇരയെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയതുപോലെ വ്യക്തിപരമായ ചെളിവാരിയെറിയലുകൾക്ക് മുന്നിൽ നിന്ന് സ്വന്തം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുകയാണ് ഷാഫി. ഈ നീക്കം അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച എതിരാളികൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ വേട്ടയാടാൻ CPM-ഉം BJP-യും ഒരേപോലെ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. CPM കേന്ദ്രങ്ങളിൽ നിന്നും BJP കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിക്കുന്ന സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം പോരെങ്കിൽ ഇനി ഷാഫി പറമ്പിലിന്റെ കഥകൾ പറയുക, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മറ്റു വിഷയങ്ങളെല്ലാം ഒഴിവാക്കി വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തലുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുക എന്നതാണ് എതിരാളികളുടെ തന്ത്രം എന്നാണ്. എന്നാൽ ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. CPM ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നേതാവ് ഇപ്പോൾ ഷാഫി പറമ്പിലാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, മലബാർ മേഖലയിലെ അദ്ദേഹത്തിന്റെ വലിയ ജനസമ്മതിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ നേടിയ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം CPM-ന്റെ സകല കണക്കുകൂട്ടലുകളും തകർത്തെറിഞ്ഞു. CPM-ന്റെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്ന KK ശൈലജയെയും P ജയരാജനെ പോലുള്ള ഹാർഡ് കോർ നേതാക്കളെയും വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ നേടിയ ഈ വിജയം CPM-നെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും CPM ഭയപ്പെടുന്നത് ഷാഫിക്കുള്ള കരിസ്മ, ജനകീയ സ്വാധീനം, അദ്ദേഹത്തിന്റെ മതേതര പ്രതിച്ഛായ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം എന്നിവയാണ്. ആര്യാടൻ മുഹമ്മദ്, MI ഷാനവാസ് തുടങ്ങിയ മലബാറിലെ മുതിർന്ന നേതാക്കളേക്കാൾ കൂടുതൽ യുവതലമുറയെയും മധ്യനിരയെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതൃപരിവേഷം ഷാഫിക്കുണ്ട് എന്ന തിരിച്ചറിവാണ് CPM-ന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ബെൽറ്റിൽ അവർക്ക് സ്വീകാര്യത കുറയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികൾ പോലും ഒരു BJP മുഖ്യമന്ത്രി നടപ്പാക്കുന്നതിനേക്കാൾ വേഗത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ നടപ്പാക്കുന്നു എന്ന വിമർശനം മുസ്ലിം സമൂഹത്തിലുണ്ട്. അതുപോലെ ന്യൂനപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയവരുടെ കൂടെ നിന്നുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കുകയും പലതും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന CPM നിലപാടുകളിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ആണ് തങ്ങളുടെ രക്ഷകർ എന്ന നിലയിലേക്ക് ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷ സമൂഹം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുവജനതയ്ക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന മുഖമാണ് ഷാഫി പറമ്പിൽ. ഇതുപോലെ തന്നെ BJP ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിലും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ഒരു മുസ്ലിം ആകുമോ എന്ന രീതിയിലുള്ള ആശങ്കകൾ BJP ഉയർത്തുന്നു. മാത്രമല്ല, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളാലും ഒരുപോലെ സ്വീകരിക്കപ്പെടുന്ന ഷാഫി വടകരയിൽ എല്ലാ സമുദായങ്ങളുടെയും വോട്ടുകൾ സമാഹരിച്ചാണ് 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ തോളോട് തോൾ ചേർന്ന് ഗംഭീരമായി പങ്കെടുത്ത MP ആയിരുന്നു അദ്ദേഹം. മതപരമായി തീവ്രത പറഞ്ഞ് വിജയിച്ച് കയറേണ്ട ആവശ്യം ഷാഫിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാണ്. ഈ ജനകീയതയെ തകർക്കാൻ വർഗീയവാദിയായും പീഡകനെ സംരക്ഷിക്കുന്നതിനായും അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എതിരാളികൾ. ഷാഫി പറമ്പിൽ ദേശീയ തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡും അദ്ദേഹത്തെ വളർത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നാളെയുടെ ഭാവി മുഖ്യമന്ത്രി പോലുമാകാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആദ്യമേ അടിച്ചു വീഴ്ത്തുക എന്ന തന്ത്രമാണ് CPM ഇപ്പോൾ പയറ്റുന്നത്. ഇതോടെ ഷാഫിക്ക് നേരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം അതിൽ കയറി പിടിച്ച് മറുപടി നൽകും. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിവാദമാകും. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും ഷാഫി എന്ന ചർച്ചകൾ നിറയും. ഇതിലൂടെ സർക്കാരിനെതിരായ യഥാർത്ഥ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ശ്രദ്ധ മുഴുവൻ വഴിതിരിച്ചുവിടാൻ കഴിയുമെന്നാണ് എതിരാളികൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ ഇവിടെ ഒരു പുതിയ തന്ത്രമാണ് പയറ്റുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രയോഗിച്ച അതേ ചൂണ്ടയിൽ കൊളുത്താൻ അദ്ദേഹം തയ്യാറല്ല. തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി അവഗണിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങളും സംഘപരിവാറിനെതിരായ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉടനീളം രൂക്ഷമായി ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ജനഹൃദയങ്ങളിൽ തന്നെ തുടരുകയാണ്. സാധാരണക്കാർ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളെയും നികുതിപ്പണം കക്കുന്ന അവസ്ഥയെയും കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള എതിരാളികളുടെ നീക്കമാണിതെന്നും കള്ളപ്പണവും പീഡന ആരോപണങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ വലുതല്ലെന്നും ഷാഫി ജനങ്ങളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്നവരുടെ തന്ത്രത്തിൽ വീഴാതെ തന്റെ മുന്നിലുള്ള കടമ എന്താണോ അത് കൃത്യമായി ചെയ്തു മുന്നോട്ട് പോവുകയാണ് ഷാഫി പറമ്പിൽ. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഷാഫിയെ വേട്ടയാടാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് തുടക്കത്തിൽ ലഭിച്ചിരിക്കുന്നത്.